എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിൻ്റെ ഇടയ്ക്ക് പൂട്ടുവച്ചോടം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. വേറൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റിൻ്റെ 4-ാം ദിവസം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് സംഭവിച്ചു. ശ്രീലങ്ക ഫോളോ ഓൺ ഭീഷണി ഒഴിവാക്കാനായിട്ട് 39 റൺസ് വേണമായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഇന്ന് കളി തുടങ്ങി ടീ ബ്രേക്കിന് മുമ്പ് തന്നെ ശ്രീലങ്ക ഫസ്റ്റ് ഇന്നിങ്സ് ഓൾ ഔട്ടായി. പക്ഷെ അവിടെ എടുത്തു പറയേണ്ടത് അവരുടെ ഇന്നലെ ബാറ്റിംഗ് അവസാനിച്ചപ്പോൾ നിന്നിരുന്ന സോണൽ ദിനുഷ പുള്ളി സെഞ്ചുറി അടിച്ചു. അതിനുശേഷം പിന്നെ പെട്ടെന്ന് വെടിക്കെട്ട് അവസാനിച്ചു. 25 റൺസ് കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 290 റൺസിന് ഫസ്റ്റ് ഇന്നിങ്സ് ശ്രീലങ്ക ഓൾ ഔട്ട്. പക്ഷേ ഇന്ത്യൻ ബൗളേഴ്സിനെ കുറിച്ച് പറയണം, ഒരു രക്ഷയില്ല കേട്ടോ. എന്താ ബൗളിംഗ് ആയിരുന്നേ. സിറാജ് 1 വിക്കറ്റ്, പ്രസീദ് കൃഷ്ണ 3 വിക്കറ്റ്, മാനവ് സുന്ദർ 3 വിക്കറ്റ്, അതുപോലെ തന്നെ സർനേഷ് ജെയിൻ 2 വിക്കറ്റ്, ഏറ്റവും അവസാനം നമ്മുടെ രവീന്ദ്ര ജഡേജ 1 വിക്കറ്റ്. ബോളിംഗ് എല്ലാവർക്കും വിക്കറ്റ്. അങ്ങനെ ശ്രീലങ്കയിലെ 2-ാം ഇന്നിങ്സ് ബാറ്റിങ്ങിന് വിട്ടു. ഇനി അവർക്ക് 213 റൺസ് കൂടി വേണം ഇന്ത്യയുടെ സ്കോറിനൊപ്പം എത്താനായിട്ട്. പക്ഷേ കളി തുടങ്ങി ആദ്യത്തെ 5 റൺസ് എടുത്തപ്പോഴേക്കും ഫസ്റ്റ് വിക്കറ്റ് വീണു. ഓപ്പണർ പോയി. അപ്പോൾ വിചാരിച്ച് മിക്കവാറും ഇന്നത്തെ ദിവസത്തെ തീരുമാനമാവുന്നു. ഒന്നും നടപടിയായില്ല. പിന്നീടാണ് കളിച്ച 4 ബാറ്റ്സ്മാൻമാരില്ലേ, അടിപൊളി കളിയായിരുന്നു. മിഷാര, സൂര്യഭദ്ര, അവരുടെ മെൻഡീസ്, പിന്നെ അതുപോലെ തന്നെ ഡിസിൽവ, എല്ലാവരും 91, 55, 32, 23 ഒക്കെ എടുത്ത് കിടുകിടലും ബാറ്റിങ്. പക്ഷേ അപ്പോഴും ഇന്ത്യൻ ബൗളേഴ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കേട്ടോ. ഈ ബോൾ ചെയ്ത് എല്ലാവർക്കും വിക്കറ്റ് കിട്ടി. അതിൽ മാനവ് സുന്ദറിന് മാത്രം 2 വിക്കറ്റ് കിട്ടി. അങ്ങനെ ഇന്ന് 229 റൺസിന് 6 വിക്കറ്റ്. ശ്രീലങ്കയ്ക്ക് 16 റൺസ് ലീഡുണ്ട്. നാളെയാണ് ലാസ്റ്റ് ദിവസം. ഇനി 4 വിക്കറ്റ് കൂടി പോയി ഒരു നിസ്സാര റൺസ് കൂടി എടുത്ത് ശ്രീലങ്ക നാളെ ഓൾ ഔട്ട് ആവുകയാണെങ്കിൽ ഇന്ത്യ പുഷ്പം പോലെ സെക്കൻഡ് ടെസ്റ്റിൽ കൈ കിട്ടും. പക്ഷേ ഇന്നത്തെ ദിവസവും ലഞ്ചിന് ശേഷം ഈ മഴ പെയ്യും പോവും. ഇത് തന്നെ ഇടുന്ന ഇടയ്ക്ക് ഇന്നത്തെ സെയിം പരിപാടി തന്നെ നിന്നു. അതുകൊണ്ട് നാളെ ടീ ബ്രേക്കിന് മുമ്പ് തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ശ്രീലങ്കയിൽ ഓൾ ഔട്ട് ആക്കുകയാണെങ്കിൽ ലഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് കളി സെറ്റാക്കാം. ഉച്ച കഴിഞ്ഞ് കളി പോയി കഴിഞ്ഞാൽ നമുക്ക് വെതർ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ പണിയാണ്. അങ്ങനെ വരാൻ വഴിയില്ല. എന്തായാലും ഈ ടെസ്റ്റ് നമ്മൾ തൂക്കും. അങ്ങനെ 2-0 നമ്മൾ അടിച്ചിരിക്കും. എന്നാൽ പിന്നെ നാളത്തെ കളിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോ കാണുന്നതും നമുക്ക് കട്ട സപ്പോർട്ട് തരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. താങ്ക് യു.